ചെല്ലക്കാറ്റിൻ വർണ്ണച്ചിറകിൽ മൂളിപ്പാട്ടും പാടിപ്പോകും ഹൈഡി. മുത്തശ്ശനെ സഹായിച്ചതിന്റെ നന്ദി സൂചകമായി ഹൈഡി ഫ്രീഡയ്ക്ക് ഒരു ബുക്ക് നൽകി. എനിക്ക് വായിക്കാൻ അറിയില്ല. നിന്നെ വായിക്കാൻ ഞാൻ പഠിപ്പിക്കാം. ആന്റൺ മകനുമായി താമസിച്ച ആഴ്ചകൾ പിന്നിടുമ്പോൾ അവൻ ഉയരങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിച്ചു. നിനക്കൊരു വാച്ച് മേക്കർ ആകാൻ പഠിക്കാം. എന്നെയാണല്ലോ ഈ ക്ലോക്ക് നന്നാക്കാൻ തിരഞ്ഞെടുത്തത്. ബെൻഡോർഫിന്റെ ക്ലോക്ക് നന്നാക്കാനുള്ള പ്രയത്നം നശിപ്പിക്കപ്പെട്ടു. പക്ഷെ ഫ്രീഡയുടെ സഹായത്തോടെ കാരണക്കാരനെ അറസ്റ്റ് ചെയ്യുകയും റിപ്പയർ ഒരു വിജയമാവുകയും ചെയ്തു. ഈ അവസരം ഉപയോഗിച്ച് പീറ്റർ അച്ഛനോട് പറയാനുള്ളത് തുറന്നു പറഞ്ഞു. എനിക്കൊരു വാച്ച് മേക്കർ ആകാൻ ആഗ്രഹമില്ല. നീ നിന്റെ വഴി തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും എന്നെ വിഷമിപ്പിക്കില്ല. ഇനി ശ്വാസം പുറത്തേക്ക് വിടൂ. വളരെ നന്നായിട്ടുണ്ട് മിസ്റ്റർ മേയർ. ഇനി നിങ്ങളുടെ കാൽ വിരലുകളിൽ തൊടാൻ നോക്കണം പ്ലീസ്. ഗുഡ്. കുറച്ചുകൂടി നോക്കൂ. മതി. ശരി, ഇനി നിങ്ങൾ എഴുന്നേറ്റുള്ളൂ. അപ്പൊ ഡോക്ടർ ബെക്മാൻ, അപ്പോ നിന്റെ മുത്തശ്ശൻ പരിപൂർണ ആരോഗ്യവാനായി എന്ന് എനിക്കിനി ധൈര്യമായിട്ട് പറയാം. അടിപൊളി. ഓ മുത്തശ്ശ, എനിക്ക് സന്തോഷായി. എനിക്കും ഹേഡി, എനിക്കും. താങ്ക് യു ഡോക്ടർ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെയൊന്നും പറയണ്ട മിസ്റ്റർ മേയർ, അങ്ങനെയൊന്നും പറയണ്ട. ഇപ്പോൾ എനിക്ക് നന്നായി നടക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഫ്രീഡയെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ഒരു നന്ദി പറയാൻ. അവൾ പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഓപ്പറേഷനെ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. ക്രിസ്മസ് ആഘോഷിക്കാൻ അവരെയും കൂടി ക്ഷണിച്ചാലോ? നല്ല ഐഡിയയാണ്. പക്ഷെ നമ്മൾ വീട്ടിലല്ല എന്ന് ഓർക്കണം. പിന്നെ മിസ്റ്റർ സെസ്മാന്റെ സമ്മതം കൂടി നമുക്ക് വേണം. എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം സമ്മതിക്കും. വലതുവശത്തേക്ക് കുറച്ചുകൂടി, ഇടതുവശത്തേക്ക് കുറച്ചുകൂടി. സൂക്ഷിക്കണം, വിറയലിലാണല്ലോ. തിരിച്ചു വലത്തോട്ട് ഒരല്പം കൂടി. അവിടെ അത് പെർഫെക്റ്റ് ആണ്. കുഴപ്പമില്ല. അത് ശരി, കൂടെ വരൂ. സമയമില്ല കളയാൻ. നമുക്ക് പണി തുടങ്ങാം. ഹലോ. അവസാനം അപ്പോ മുത്തശ്ശന് സുഖായി. അത് നല്ല കാര്യമാണല്ലോ. മിസ് റോട്ടൻമേയർ, നിങ്ങളുടെ നഴ്സിംഗിന്റെ ഫലം കണ്ടു. നിങ്ങളിപ്പോ കാണുന്നത് ഒരു പുതിയ മനുഷ്യനെയാണ്. ഇത് കേട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിന്റെ അച്ഛൻ എവിടെ ക്ലാര? മുത്തശ്ശന് എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നോ? ഏണസ്റ്റ്, എന്താണ് നിങ്ങളുടെ ഡോക്ടർ ബെക്മാനിന് പറയാനുള്ളത്? എല്ലാം സുഖമായി. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. അത് നന്നായിരിക്കുന്നു. വളരെ സന്തോഷം. മിസ്റ്റർ സെസ്മാൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പ്ലീസ്? തീർച്ചയായും ഹൈഡി, ചോദിക്കൂ. അത് മുത്തശ്ശന് എനിക്കും ഫ്രീഡെ ക്രിസ്മസിന് ക്ഷണിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഫ്രീഡ? അവളാണ് എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ നിർബന്ധിച്ച അനാഥ പെൺകുട്ടി. തീർച്ചയായും എന്റെ കൂട്ടുകാരിയോട് വരാൻ പറയണം. താങ്ക് യു മിസ്റ്റർ സെസ്മാൻ. നന്ദി ഫെഡറിക്, ഒരുപാട് നന്ദിയുണ്ട്. അതൊന്നും വേണ്ട ഏണസ്റ്റ്, ഇതൊരു ചെറിയ കാര്യമല്ലേ. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ക്ലാര, നിന്റെ കൂട്ടുകാരൻ ഫ്രെഡിയും കാണില്ലേ? അത് ശരിയാ, പക്ഷെ അവന്റെ പേര് റൂഡി എന്നാണ്. റൂഡി? ശരിയാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ കൂട്ടുകാരെ ക്ഷണിക്കാനെടുത്ത തീരുമാനം വളരെ നന്നായി. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു കുട്ടികളെ. ഞാൻ മിസ് റോട്ടൻ മേയറോട് 2 സ്വീറ്റ് കൂടി വൈകിട്ട് സെറ്റ് ചെയ്യാൻ പറയാം. ഭംഗിയുള്ള ക്രിസ്മസ് ഡെക്കറേഷൻസ്, നല്ല ഹോളി ചില്ലകൾ. ഭംഗിയുള്ള ക്രിസ്മസ് ഡെക്കറേഷൻസ്, നല്ല ഹോളി ചില്ലകൾ. ഫ്രീഡ. ഹലോ ഹൈഡി. എനിക്കൊരു നല്ല വാർത്ത പറയാനുണ്ട്. ഈ ക്രിസ്മസിന് നീ ഞങ്ങളുടെ വീട്ടിൽ വരണം. ശരിക്കും? അത് നല്ല രസമായിരിക്കും. നല്ല രസമായിരിക്കും. പക്ഷെ ആദ്യം എനിക്ക് ഫ്രോഡക്കറിനോട് അനുവാദം ചോദിക്കണം. ക്രിസ്മസ് ദിവസമെങ്കിലും അവർ യെസ് പറയുന്നു കരുതുന്നു. എനിക്കൊരു നല്ല വാർത്ത പറയാനുണ്ട്. ശരിക്കും? എന്താണ്? താങ്ക് യു ഹൈഡി. ഫ്രീഡ, നീ എഴുതാൻ പഠിച്ചോ? അതെ. അത് അടിപൊളിയാണല്ലോ. വെൽ ഡൺ. ശരിയായ സമയത്ത് തന്നെയാ. അതെന്താ? കാരണം ഇതാ. ഇത് എനിക്കാണോ? തീർച്ചയായും, ഞാനത് വാങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ല നിന്റെ അനിയന് വേണ്ടി എഴുതാൻ പറ്റുന്ന. അതെ, ഞാൻ ഉള്ളിച്ചിന് എഴുതാനേ ഉപയോഗിക്കാം. താങ്ക് യു ഹൈഡി. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ശരി, അപ്പൊ നമുക്ക് 4 മണിയാകുമ്പോ ഇവിടെ മീറ്റ് ചെയ്യാം. അപ്പൊ നിനക്ക് പറയാലോ ഇന്ന് രാത്രി വരാൻ കഴിയുമെന്ന്, അല്ലേ? അപ്പൊ ശരി, പിന്നെ കാണാം. നല്ല ഹോളി ചില്ലകൾ, സുന്ദരമായ ക്രിസ്മസ് ഡെക്കറേഷൻസ്, ഹോളി ചില്ലകൾ വാങ്ങാം. ഇതാ മാഡം,
ഇത് അവസാനത്തേതാണ്. ഇത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. അങ്ങനെ ആവട്ടെ. താങ്ക് യു മാഡം. ഹാപ്പി ക്രിസ്മസ്. ഫ്രോഡെക്കർ, ഫ്രോഡെക്കർ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞു ഉൾറിക്കിന്, അവസാനം കണ്ടതിനേക്കാൾ നീ ഒരുപാട് വലുതായി കാണുമല്ലോ. ഞാൻ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ എന്റെ ആരോഗ്യം കുഴപ്പമില്ല. ഈ പ്രാവശ്യം വരുമ്പോ നമ്മൾ എന്നേക്കുമായി ഒരുമിച്ച് കൂടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ചേച്ചി ഫ്രീഡ. എന്റെ ഓഫീസിൽ നീ എന്തെടുക്കുകയാണ്? നീ ഇപ്പൊ കച്ചവടത്തിന് പോണ്ട സമയമല്ലേ? അത് ഞാൻ എഴുതുമായിരുന്നു. നിനക്ക് എഴുതാൻ അറിയാമോ? അതെ, വായിക്കാനും അറിയാം. നിന്നെ ഞാൻ വിലക്കിയതല്ലേ? എന്നോട് ക്ഷമിക്കണം, നിങ്ങളോട് ഇത് മറച്ചു വെച്ചതിന്. പക്ഷെ സത്യം, ഞാൻ ജോലി ചെയ്യുന്ന സമയത്തല്ല പഠിച്ചത്. നിങ്ങൾക്കറിയാലോ ഞാനെല്ലാം വിറ്റ് തീർക്കാറുണ്ടെന്ന്. അങ്ങനെ കരുതുന്നു. നീ നിന്റെ അനിയനാണോ കത്തെഴുതുന്നത്? അതെ, ഞാൻ അവന് ഹാപ്പി ക്രിസ്മസ് പറയാനും പിന്നെ അവനെ പറ്റി ഓർക്കാറുണ്ടെന്നും പറഞ്ഞു. ഓ, എന്തൊരു സ്നേഹം. എനിക്ക് അവന്റെ രക്ഷകർത്താക്കളുടെ കത്തൊന്ന് തന്നിരുന്നെങ്കിൽ അതിൽ നിന്ന് അവരുടെ അഡ്രസ് ഈ കാർഡിലേക്ക് കോപ്പി ചെയ്യാമായിരുന്നു. അതോർത്ത് നീ വിഷമിക്കണ്ട, അതെനിക്ക് തന്നേക്ക്. ഞാൻ അഡ്രസ് എഴുതി പോസ്റ്റ് ചെയ്യാം. താങ്ക് യു ഫ്രോഡെക്കർ. അതൊന്നും വേണ്ട. ശരി, ക്രിസ്മസ് ആണ്, ഒരുപാട് ജോലിയുണ്ട്. ഇനിയും പോയി വിൽക്കാൻ നോക്ക്. ശരി ഫ്രോഡെക്കർ. ഫ്രോഡെക്കർ, എന്നെ ക്രിസ്മസ് രാവ് സെസ്മൻ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ പ്ലീസ്? സെസ്മെൻസോ? അവരാരാ? എന്റെ കൂട്ടുകാർ താമസിക്കുന്ന കുടുംബം. ശരി, നമുക്ക് നോക്കാം. നീ വേണ്ടത്ര കച്ചവടം ചെയ്താ മാത്രം. ഓ, താങ്ക് യു ഫ്രോഡെക്കർ. ഹലോ ഫ്രീഡ. ഹലോ ഹെൽമോട്ട്. നോക്കൂ, എനിക്കൊരു സഹായം ചെയ്യാമോ? ബാസ്ക്കറ്റ് മൊത്തം വാങ്ങാനായി ഒരു കസ്റ്റമർ ഉണ്ട്. നിങ്ങളുടെ ബാസ്ക്കറ്റ് എനിക്ക് തരാമോ? ശരി, ഇതാ. താങ്ക്സ് ഫ്രീഡ. പകരമായി ഞാനൊരു സഹായം ചെയ്യും. രാഹുൽ, രാഹുൽ, ചോക്ലേറ്റ്. മിസ് എലിസബത്ത് ഈ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഞാനും സെസ്മനും എല്ലാം പെർഫെക്റ്റ് ആകുമെന്ന് കരുതി നിങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഓ, മിസ് റോട്ടർമേ, ഒരു മിനിറ്റ്. നീ ആദ്യം തരൂ. ശരി, നമ്മൾ എവിടെയായിരുന്നു? ഇനി എനിക്ക് വൈൻ ഒഴിച്ചു വെക്കണം. അത് കഴിഞ്ഞു. സീറ്റിംഗ് പ്ലാൻ ഞാൻ ചെയ്യാം. എല്ലാ ഗീസിനെയും സ്റ്റഫ് ചെയ്തോ? ചെയ്തു മിസ് റോട്ടർമേ. നല്ലത്. അത് 5 മണിയാകുമ്പോൾ ഓവനിലെടുത്ത് വയ്ക്കണം. മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് താളിക്കാനും മറക്കണ്ട. ഞാൻ മറക്കില്ല മിസ്. സെബാസ്റ്റ്യൻ, അല്ല, ക്രിസിസ്റ്റോളിൻ റെഡിയാണോ? ഞാനത് ഐസിംഗ് ചെയ്യുകയായിരുന്നു. പെർഫെക്റ്റ്. സ്മോക്കഡ് സാൽമോൺസും സോസേജസും മറക്കണ്ട. ഇല്ല മിസ് റോട്ടൻ മേയർ. പെർഫെക്റ്റ്. നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുണ്ട്. നിനക്കിത് ഇഷ്ടായില്ലേ ക്ലാര? അതെ, രസമായിട്ടുണ്ട്. ഇത് കാണുമ്പോ എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വരുന്നു. ട്രീ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അമ്മ സ്റ്റാർ അതിന്റെ മുകളിൽ വയ്ക്കും. അതൊരു ചടങ്ങാണ്. എനിക്കൊരു ഐഡിയ ഉണ്ട്. ഈ വർഷം നീ ആയിരിക്കും സ്റ്റാർ തൂക്കിയിടാൻ പോകുന്നത്. അതൊരു നല്ല ഐഡിയ ആണ്. പക്ഷെ ഡെക്കറേഷൻ ബോക്സിൽ ഒന്നുമില്ലല്ലോ. അപ്പൊ സ്റ്റാർ എവിടെ പോയി? എനിക്കറിയില്ല, പക്ഷെ നമ്മളത് കണ്ടുപിടിക്കും. നന്നായിട്ടുണ്ട്. കൊള്ളാം. നല്ല ഭംഗിയുണ്ട്. അതെ. പ്രിയപ്പെട്ട ഫ്രോഡെക്കർ,
ഓൾറിച്ചിന്റെ ചേച്ചിയെ സന്തോഷിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു നല്ല വാർത്തയുണ്ട്. അവൻ പുതിയ ജീവിതവുമായി പൊരുത്തപ്പെട്ടു, മാത്രമല്ല സന്തോഷമായിരിക്കുന്നു. അവൻ അവന്റെ ചേച്ചിയെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആകെയുള്ള പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഫ്രീഡേ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക്. ഒരു പ്രതിഫലവും അവകാശപ്പെടാതെ തന്നെ. ഒരു പ്രതിഫലവും അവകാശപ്പെടാതെ എന്നോ? അതിനർത്ഥം നിങ്ങൾ ആദ്യം മുതൽ എന്നോട് കള്ളം പറയാണല്ലേ? ഫിഷേഴ്സിന് ഒരു രൂപ പോലും വേണ്ടെന്ന്. നീ എങ്ങനെ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു? അങ്ങനെയാണെങ്കിൽ ഞാൻ ഉള്ളറിക്കുന്നപ്പോ പോകുന്നു. എനിക്ക് വായിക്കാൻ അറിയാവുന്നതുകൊണ്ട് അവരെവിടെയാന്ന് എനിക്കറിയാം. എവിടേക്കാണ് നീ പോകുന്നത്? നിനക്ക് ആദ്യം മുതൽ ആരാണ് ചെലവിന് തന്നെന്ന കാര്യം നീ മറന്നുപോയോ? അവനെ കാണുന്നത് നിങ്ങൾക്ക് തടയാൻ കഴിയില്ല. അങ്ങനെയാണോ? ഇവിടെ വാ നീ. എന്നെ വിട്. ഇതിനകത്ത് നീ കുറച്ച് സമയം കിടക്കുമ്പോ പഠിച്ചോളൂ. എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ ചെയ്യും. നീ നിന്റെ സ്വഭാവം മാറ്റിക്കോ, ഇല്ലെങ്കിൽ ഞാൻ എന്റെ കൂട്ടുകാരന് നിന്നെ വിൽക്കും. മനസ്സിലായോ? നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഞാൻ കുറച്ച് ഹോളി എടുക്കാൻ. പിന്നെ എന്ത് നോക്കി നിക്കുക? ബാസ്ക്കറ്റ് നിറച്ചിട്ട് ഇറങ്ങിപ്പോ. കിടന്ന് കരയാതെ മതിയാക്കാൻ. പിന്നെ നീ ഇത് മനസ്സിൽ തന്നെ വെച്ചിരിക്കണം. ശരി ശരി ഫ്രോഡക്കർ. നീ ഇങ്ങനെ വെറുതെ കിടന്ന് പരാതിപ്പെടേണ്ട പെണ്ണെ. നീ പാഠം പഠിച്ചതിന് ശേഷേ തുറന്നു വിടൂ. ഞങ്ങളെ വേർപെടുത്തരുത്. വിഷമിക്കണ്ട ഓൾറൈറ്റ്, ഞാൻ നിന്നെ കണ്ടെത്തിക്കോളാം. അതെന്റെ വാക്കാ. മറന്നേക്ക് ഹൈഡി, എല്ലായിടത്തും നോക്കിയില്ലേ? ഇവിടെ കണ്ടാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോകും. ഇവിടെ മാത്രമേ നമുക്കിനി നോക്കാനുള്ളൂ. നിക്ക്, ആ പെട്ടിയിൽ എന്താണ്? എനിക്കറിയില്ല. ഇതിൽ നിന്നും എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതെന്താ? CS എന്റെ അമ്മയുടെ ഇനിഷ്യൽസ് ആണ്. കോൺസ്റ്റൻസ് സെസ്മൻ. ഇത് നമുക്ക് തുറക്കാൻ പറ്റോ? നമുക്ക് ശ്രമിക്കാം. നോക്ക്, ഇത് അമ്മയുടെ പ്രിമ ബാലറിനാസ് 2 ആയിരുന്നു. ദേ നോക്ക്, ഇതാണോ സ്റ്റാർ? അതെ, താങ്ക് യു ഹൈഡി. നിനക്കറിയോ അത് ട്രീയിൽ എങ്ങനെയാ വെക്കേണ്ടെന്ന്? നമ്മൾ വച്ചല്ലോ. അടിപൊളി. ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഓരോ കുഞ്ഞു നക്ഷത്രം കിട്ടിയല്ലോ. 4 മണിയാകാൻ 15 മിനിറ്റേ ഉള്ളൂ. പക്ഷെ എനിക്ക് 4 മണിക്ക് ഫ്രീഡേ കാണണം. എനിക്ക് റൂഡിയെ കാണാൻ പോണം. പിന്നെ കാണാം ക്ലാര. പിന്നീട് കാണാം ഹൈഡി. ഫ്രീഡ, പാട്ട് കേൾക്കൂ ലേഡീസ് ആൻഡ് ജെന്റ്സ്. പാട്ടിന് വേണ്ടി ഒരു ചെറിയ നാണയം. ഹലോ റൂഡി. ആ ക്ലാര, നീ വന്നോ? ഇന്ന് രാത്രി നീ വരുന്നുണ്ടോ ഇല്ലയോ? വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നല്ല വേഷമൊന്നുമില്ല. നീ തമാശ പറയുകയാണോ? നോക്ക്, ഇപ്പൊ നീ പെർഫെക്റ്റ് ആണ്. ഓ അങ്ങനെ. അപ്പോ എന്നെ ഇപ്പൊ കണ്ടാൽ ഒരു പ്രഭുവിനെ പോലെ ഉണ്ട്. ഹൈഡി, ഞാൻ കരുതി നീ ഫ്രീഡേ കാണാൻ പോയെന്നാ. അതെ, പക്ഷെ അവളെ ഇവിടെ കണ്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഇല്ല, സോറി. ലൈബ്രറി സ്ക്വയറിൽ നോക്കിയോ? അവിടെ ജോലി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് പോവാം. ക്രിസ്മസ് ഹോളി നിങ്ങൾ വാങ്ങുന്നോ? അവിടെ അതാണ് ഹെൽമെറ്റ്. അവന് ഫ്രോഡക്കറിന് വേണ്ടി ജോലി ചെയ്യുന്നതാണ്. നമുക്ക് ചോദിക്കാം അവളെ കണ്ടോന്ന്. ക്രിസ്മസ് ഹോളി, ഇത് നല്ല ഹോളിയാ. നിങ്ങൾ വാങ്ങുന്നോ? ഹലോ ഹെൽമുട്ട്, ഞങ്ങൾ ഫ്രീഡേ നോക്കി വന്നതാണ്. നീ അവളെ എവിടെയെങ്കിലും കണ്ടോ? ഏയ് നിൽക്കൂ. ശ്രദ്ധിച്ചു പോ. ഇവരൊക്കെ എവിടുന്ന് വരുന്നു? ഏയ് ചെറുക്കാ, നിക്കടാ. അവൻ എവിടെ പോയി? അവിടെ കാലടയാളങ്ങൾ ഫോളോ ചെയ്യാം.
എവിടെ പോയി അവൻ? അവൻ അങ്ങനെ വായുവിൽ മാഞ്ഞു പോകാനൊന്നും പറ്റില്ല. നിർഭാഗ്യവശാൽ അവനത് കഴിയുമെന്ന് തോന്നുന്നു. വാ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഹേയ്, എന്നെ വിട്. വെറുതെ വിട്. മതിയാക്ക് ഹെൽമെറ്റ്. എന്നെ വിടാനല്ലേ പറഞ്ഞത്? ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല. ഞങ്ങൾക്ക് ഫ്രീഡയെ പറ്റി അറിയാൻ വേണ്ടിട്ടാ. ഫ്രീഡയെ കൊണ്ട് നിങ്ങൾക്ക് എന്താ ആവശ്യം? അവളോട് സംസാരിക്കാൻ വേണ്ടി. എവിടെയാണെന്ന് അറിയാമോ? ഇല്ല, എനിക്കറിയില്ല. നിനക്കറിയുന്നതല്ലേ പറഞ്ഞിട്ട് പോയാ മതി. ഇല്ലെങ്കിൽ റൂഡി, അവനെ ഉപദ്രവിക്കരുത് എന്നല്ലേ പറഞ്ഞേ? ആയിക്കോട്ടെ, പക്ഷെ അവനെല്ലാം പറഞ്ഞേ പറ്റൂ. എന്നെ വെറുതെ വിട്. നിനക്കെന്തെങ്കിലും പേടിയുണ്ടോ? ആരെങ്കിലും ഫ്രീഡയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയണം. ഫ്രോഡക്കറാണ്. അവരവളെ കബോർഡിനുള്ള അടച്ചേക്കുക. ആദ്യം ഫ്രോഡക്കർ പുറത്തിറങ്ങിയാൽ മാത്രമേ നമുക്ക് ഫ്രീഡയെ രക്ഷിക്കാൻ പറ്റൂ. ശരിയാണ്, പക്ഷെ എങ്ങനെ? എനിക്കൊരു ഐഡിയ ഉണ്ട്. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. അപ്പോ 28 + 17 + 15. മിണ്ടോതിരിക്കവിടെ. അപ്പോ 20 ശിഷ്ടം 2. സഹിക്കാൻ വയ്യ. എന്താണ് അവിടെ ഒരു ശബ്ദകോലാഹലം? റൂഡി, എന്താണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ബഹളം? എവിടെയാ നീ നിൽക്കുന്നതെന്ന് അറിയാമോ? കൊള്ള ചെറുക്ക. തെരുവിൽ. എന്തേ, പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല, ഇഷ്ടപ്പെട്ടില്ല. ആണോ? അത് മോശമാണല്ലോ. പാട്ട് വെറും ശല്യമാണ്. അത് മനുഷ്യനെ മണ്ടനാക്കും. ഫ്രീഡ, ദാ ഇവിടെ. ഈ ഡോർ പൂട്ടിയിരിക്കുക. നിക്ക്, അവര് ചാവി എവിടെ വെച്ചാന്ന് എനിക്കറിയില്ല. ഡെസ്കിന് മുകളിലെ ചെറിയ ഷെൽഫിൽ നോക്ക്. ശരി. ഇല്ല ഫ്രീഡ, ഇവിടെ ഇല്ല. മേശയുടെ മുകളിലോ? ഇല്ല. ഞാൻ നിന്നോട് വേറെ എവിടെങ്കിലും പോയി കേൾപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞു. പോയിക്കോണം ഇവിടുന്ന്. എനിക്ക് അവന്റെ പാട്ട് ഇഷ്ടമാണ്, നല്ല രസമാണ്. മാത്രമല്ല തെരുവ് എല്ലാവരുടെയും ആണല്ലോ, അങ്ങനെയല്ലേ? പറ്റില്ല, പറ്റില്ല, പറ്റില്ല. തെരുവിന്റെ ഈ ചെറിയ ഭാഗം എന്റെ വീടിന്റെ മുൻപിലുള്ളത് എന്റേത് മാത്രമാണ്. നിന്നെ ഞാൻ ഇതിനു മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഈ ഭാഗത്തോട്ട് വരാറില്ല. എന്തായാലും നീ ഇവിടെ നിന്ന് മാറി തന്നേ മതിയാകൂ. നിങ്ങൾക്ക് ക്രിസ്മസ് സ്പിരിറ്റ് ഇല്ല അല്ലേ? മതിയാക്കൂ മുത്തശ്ശി, കുട്ടികൾ വായിക്കട്ടെ. അതെ, അവര് വായിക്കട്ടെ. അത് നല്ല രസമുണ്ടല്ലോ. ഡ്രോയറിലും കാണുന്നില്ല ഫ്രീഡ. ആ ചെറിയ വെയ്സിലോ? ചെറിയ ചുവന്ന വെയ്സ്. കിട്ടിപ്പോയി. ഇപ്പോൾ അല്പം പാട്ടെങ്കിലും ഉണ്ടല്ലോ. നിങ്ങൾ ആ കുട്ടികളെ വെറുതെ വിടൂ. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ? അതെ, അങ്ങനെയാണ്. ഓ ഹൈഡി, നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കും ഫ്രീഡ. നമുക്കിവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടണം. ഒരു നിമിഷം. നരകത്തിൽ പോവും നീയൊക്കെ. എന്താ നീ? നിന്നെയൊക്കെ എനിക്ക് അറിയാം. അത് തന്നെ ഓർമ്മ വന്നെനിക്ക്. ലിറ്റിൽ സ്ക്വയറിൽ ആപ്പിൾ വിൽക്കുന്ന പെമ്പിള്ളേരല്ലേ നീയൊക്കെ? നിനക്കൊക്കെ നല്ല അടി ഞാൻ തരും. എന്ത് ധൈര്യം! നീ ഇത്തവണ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. എല്ലാരോടും നന്ദിയുണ്ട്, നിങ്ങളാ എന്നെ രക്ഷിച്ചത്. അതൊന്നും വേണ്ട, ഇതെന്റെ കടമയാണ്. ഫ്രോഡക്കർ എന്തിനാ നിന്നെ പൂട്ടിയിട്ടത്? കാരണം എനിക്ക് അവരെ വിട്ടു പോണം. ഞാൻ എല്ലാം വിശദമായി പറയാം. പക്ഷെ ആദ്യം എനിക്ക് ഫാഷൻ ഹൈമിൽ എത്തണം. ഫാഷൻ ഹൈമോ? നല്ല ദൂരം ഉണ്ടല്ലോ. നടന്നു പോയാൽ 2 മണിക്കൂറെങ്കിലും എടുക്കും. അവിടെയാണ് എന്റെ കുഞ്ഞനുജൻ ഉള്ളറക്കുള്ളത്. അവന്റെ അഡ്രസ് ഈ ലെറ്ററിൽ നിന്ന് കിട്ടി. ഫ്രീഡ, നീ തണുത്ത് വിറയ്ക്കുന്നുണ്ടല്ലോ. ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോവാം. ഹൈഡി പറഞ്ഞത് ശരിയാണ്. ആദ്യം നീ ഞങ്ങളോടൊപ്പം വീട്ടിലേക്ക് വാ. എന്നിട്ട് ഫാഷൻ ഹെയിമിലേക്ക് പോയേ മതിയാകുമെങ്കിൽ ഉറപ്പായിട്ടും എന്റെ ഡാഡി സഹായിക്കും. അപ്പോ ഫ്രീഡ, ഡേറ്റാൻഡിയുടെ ഹോട്ട് ചോക്ലേറ്റ് എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു അതാണ് ഈ സിറ്റിയിലെ ബെസ്റ്റ് എന്നാ. നന്നായിട്ടുണ്ട്. നീ നോക്കിക്കോ, ഇന്നു മുതൽ നിന്റെ ജീവിതം മാറാൻ പോവുകയാണ്. അതെ, അവസാനം സ്വതന്ത്രയായി.
ആ പ്രിയപ്പെട്ട ഫ്രീഡ, അവർ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നേരിൽ വന്ന് എനിക്കൊരു നന്ദി പറയണമെന്നുണ്ടായിരുന്നു. അപ്പോ നിങ്ങളുടെ അസുഖമൊക്കെ മാറിയോ? അതെ, പൂർണ്ണമായി. നോക്കൂ ഫ്രീഡ, ഞാൻ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഫിഷറിന് ഒരു കത്തെഴുതി. താങ്ക് യു സോ മച്ച് മിസ്റ്റർ സെസ്മൻ. അതൊന്നും വേണ്ട, ഇതൊക്കെ സാധാരണമല്ലേ. സെബാസ്റ്റ്യൻ, പറയൂ സർ. ഈ എഴുത്ത് എത്രയും പെട്ടെന്ന് ഫാഷൻ ഹെയിമിൽ എത്തിക്കാമോ പ്ലീസ്? തീർച്ചയായും സാർ. എല്ലാം നന്നായി നടന്നാൽ വൈകുന്നേരം നീ നിന്റെ അനിയനെ കാണും. വേഗം വേഗം. വിഷമിക്കണ്ട ഫ്രീഡ, അവർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തും. നീ വാ. ഇതാ. ഓ, ഈ ഗിഫ്റ്റ് എനിക്കാണോ? ശരി മിസ് റോട്ടൻ മേയർ, ഇത് വെച്ചോ, ഇത് നിനക്ക്. ഇത് ശരിക്കും നല്ലൊരു ഈവനിംഗ് ആണ്. നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ ക്ലാര? അതെ, തീർച്ചയായും എലിസബത്ത്. അപ്പോ പീറ്റർ, നീ നിന്റെ സമ്മാനം തുറന്ന് നോക്കുന്നില്ലേ? ഓ, ഇത് എനിക്കാണോ? ഉഹും. എനിക്കറിയാം നിനക്കതൊരു സർപ്രൈസ് ആയിരിക്കുമെന്ന്. ആ, കോമ്പസോ വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് അച്ഛാ. അത് വെച്ച് നിനക്ക് നിന്റെ ജീവിതത്തിലെ ഏത് ദിശയിലേക്കും സഞ്ചരിക്കാം. ഏണസ്റ്റ്. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് പറ്റും. യെസ്, അതെ, നല്ല സ്വാദും ഉണ്ടല്ലോ. ഉം. 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 വേഗം പോ. പീറ്റർ, ഇത് വളരെ നല്ലൊരു സമ്മാനമാണല്ലോ. താങ്ക് യു ഡേറ്റൻഡി. ഉൾറിക്, ഫ്രീഡ. ഉൾറിക്, നീ എത്തിയോ? ഫ്രീഡ. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഫിഷർ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ടെത്തും. ഞാനിത് പറയണമല്ലോ സാർ, അവർക്ക് ഫ്രീഡയെ കാണാൻ ഒരുപാട് കൊതിയാകുന്നു. താങ്ക് യു വെരി മച്ച് സെബാസ്റ്റ്യൻ. നിങ്ങളെല്ലാവരും ഒന്ന് ക്രിസ്മസ് ട്രീയുടെ അടുത്തേക്ക് നിൽക്കാമോ? ഓ യെസ് യെസ്. യെസ് പ്ലീസ്. വരൂ വരൂ, എല്ലാവരും അടുത്ത് നിൽക്കൂ. ഇങ്ങോട്ട് നോക്കി. എല്ലാവരും റെഡിയാണോ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, ഇനി അനങ്ങരുത്.